എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലത്തെ ഏറ്റവും മികച്ച റോക്ക് ഫാം ആയിട്ടുള്ള റോക്ക് ആൻഡ് ഫാമിലേക്കാണ്. അതായത് കൊല്ലത്തെ ഷാജി ചേട്ടന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഫാമാണ് റോക്ക് ആൻഡ് ഫാം എന്ന് പറയുന്നത്. കൊല്ലത്തെ കുടവട്ടൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ റോക്ക് ആൻഡ് ഫാം സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് കൊല്ലത്തെ ഒരു കാലത്തെ ഏറ്റവും വലിയ പാറക്കോറിയായിരുന്ന കുടവട്ടൂർ പാറക്കോറി എന്ന് പറയുന്ന കോറിയിലെ ഒരു ഭാഗത്താണ് ഈ ഒരു ഫാം ഉള്ളത്. എല്ലാവർക്കും പ്രവേശനമുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ആക്ടിവിറ്റീസ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മീൻകുളമാണ്. അതായത് ആസാം വാള ഉൾപ്പെടുന്ന ഭക്ഷ്യ ഉപയോഗത്തിനുള്ള ഒരു കുളമാണ് കാണുന്നത്. ഇത് ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഒരു കാലത്ത് പാറ പൊട്ടിച്ചിരുന്ന സ്ഥലത്ത് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് ഫെൻസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിഗംഭീര പ്രകൃതി സൗന്ദര്യത്താൽ ഉള്ള ഒരു ഫാമാണ് ഇവിടെയുള്ളത്. അതായത് ഈ രീതിയിൽ പാറയ്ക്കകത്ത് തന്നെയാണ് പ്രാവുകളും മറ്റുമൊക്കെ കൂടുകൂട്ടിയിരിക്കുന്നത്. അലങ്കാര പ്രാവുകളാണ് കൂടുതലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ധാരാളം അലങ്കാര മത്സ്യങ്ങളുടെ ഒരു ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും. അരാപ്പയ്മയുടെ ഒരു ടാങ്കാണ് ഈ കാണുന്നത്. അരാപ്പയ്മ ഒരു ഫിൽട്ടർ നിറച്ചിരിക്കുന്ന ഒരു ടാങ്കിൽ വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്കത് ഈ ക്യാമറയിൽ എത്രത്തോളം അത് ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാര്യം ആ ഒരു വെള്ളത്തിനൊരു ഗ്രീനറി ആയിട്ടുള്ള ഒരു കളർ ഉണ്ടായതുകൊണ്ട് കൂടിയാണ്. അത് മാത്രമല്ല പ്രകാശത്തിന്റെ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഒരു ഗ്ലിറ്ററിംഗ് നമുക്കിവിടെ കാണുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് അരാപ്പയ്മയെ നമുക്ക് ഈ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയാത്തത്. അതോടൊപ്പം തന്നെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളോടൊത്ത് വന്ന് വൈകുന്നേരങ്ങളിൽ ലെഷർ ടൈമിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മത്സ്യങ്ങളും മറ്റ് സംവിധാനങ്ങളും ഇവിടെ കിട്ടും. അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള ഫംഗ്ഷൻസ്, അതായത് കല്യാണങ്ങൾ പോലെയുള്ള ഫാമിലി റീയൂണിയൻ പോലെയുള്ള പരിപാടികൾക്കൊക്കെ നമുക്ക് ഇവിടെ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. കോയി ഫിഷസ് പോലെയുള്ള വളരെ വെറൈറ്റി ഇനത്തിൽപ്പെട്ട സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ അലങ്കാര മത്സ്യങ്ങളെയൊക്കെ ഇവിടെ ഷാജി ചേട്ടൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എല്ലാവർക്കും നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ മികച്ച രീതിയിൽ വിനോദത്തിന് ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചൂണ്ടായിട്ടപ്പോഴും ആളുകൾ പിടിക്കുന്നുണ്ട്. ഒരു കാലത്ത് തെക്കൻ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പാറ കൊണ്ടുപോയിരുന്ന ഒരു സ്ഥലമാണ് ഈ കുടവട്ടൂർ പാറ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ക്വാറിയിങ് നടക്കുന്നത്. ബാക്കി എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി അടച്ചിട്ട അവസ്ഥയിലാണ്. അതിന്റെ ബാക്കി പത്രമാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അതിഗംഭീരമായ പ്രകൃതി സൗന്ദര്യമാണ് വെളിയം പഞ്ചായത്തിലെ ഉൾപ്പെടുന്ന ഈ പാറക്കോറിക്ക് ഉള്ളത്. 100 കണക്കിന് ഏക്കറാണ് ഇതിന്റെ വിസ്തൃതിയായിട്ടുള്ളത്. നല്ല രസകരമായ രീതിയിലാണ് ഷാജി ചേട്ടൻ ഇവിടെ കൃഷി ചെയ്യുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം പാറയാണ് കൂടുതൽ. അപ്പോൾ മറ്റ് പലയിടങ്ങളിൽ നിന്ന് മണ്ണ് സജ്ജീകരിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയുന്ന ആസാം വാളയെ അകത്ത് പ്രത്യേക രീതിയിൽ വളർത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനകത്ത് പക്ഷിക്കൂടുകളും മറ്റുമൊക്കെയുണ്ട്. തത്തയെപ്പോലുള്ള ധാരാളം പക്ഷികളെ നമുക്കവിടെ കാണാൻ കഴിയും. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഞാൻ ചെന്ന ദിവസം വൈകുന്നേരം കൊടുക്കാനായിട്ട് ഓർഡർ വന്നതിൽ പിടിച്ചിട്ടിരിക്കുന്ന മത്സ്യങ്ങളെ കാണുന്നത്. ഞാനും അവിടുന്ന് എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മത്സ്യങ്ങളെ വാങ്ങിയിട്ടുണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനോടുകൂടിയുള്ള മത്സ്യങ്ങളെയാണ് നമുക്ക് അവിടുന്ന് കിട്ടാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഈ ഫാമില് ധാരാളം ആടുകളും അതോടൊപ്പം തന്നെ എരുമ, പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ഉള്ള ആടുകളുണ്ട്, എരുമയുണ്ട്. അതോടൊപ്പം വെച്ചൂർ പശുവിനെ പോലുള്ള കുള്ളൻ പശുക്കളുടെ ഒരു ശേഖരം ഇവിടെ കാണാൻ സാധിക്കും. ഇവരുടെ വിപണനവും അതോടൊപ്പം തന്നെ ഇവയുടെ പാലും മറ്റു ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവയെ കണ്ട് നമുക്ക് വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഫ്രീ എൻട്രിയാണ്. നമുക്ക് വന്ന് കണ്ടിട്ട് പോകാൻ കഴിയും. പിഗ്മി ഇനത്തിൽപ്പെട്ട ആടിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിലേക്ക് ഇറക്കുമതി ഇന്ത്യൻ ജനിസ് അല്ല, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അതോടൊപ്പം തന്നെ മലബാറി ഇനത്തിൽപ്പെട്ടത് മറ്റ് പലതരത്തിലുള്ള ആടുകളെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം വൈകുന്നേരങ്ങളിൽ വന്ന് സ്പെൻഡ് ചെയ്ത് വളരെ ആസ്വദിച്ച് പോകാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ രസകരമായ ഒരു ഫാമാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഒരു ഫാമിലിക്കൊക്കെ അല്ലെങ്കിൽ 1-2 ഫാമിലിക്ക് ഒരുമിച്ച് വന്ന് അവരുടെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ കഴിയും. ഇപ്പോൾ കൊല്ലത്തുള്ളവരും സമീപ പ്രദേശങ്ങളിലുള്ളവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ടിരിക്കേണ്ട ഒരു ചെറിയ പ്ലേസ്, എന്നാൽ കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള നമുക്ക് അവധി ദിവസങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആയിട്ട് നമുക്ക് ഇതിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും.